നല്ലൊരു വിഹിതവും അദ്ദേഹം അർഹതപ്പെട്ട രീതിയിൽ ചിലവാക്കി കഴിച്ചു. ഇനി അദ്ദേഹത്തിന് വസ്ത്രമെടുക്കാനുള്ള പൈസ അദ്ദേഹത്തിനില്ല. ഇത് മനസ്സിലാക്കിയ ഭാര്യ ഒരു ദിവസം, പെരുന്നാളിൻ്റെ തലേ ദിവസം, ഭർത്താവിൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് കൊണ്ടു കൊടുത്തു. ഭർത്താവ് ആ പാക്കറ്റ് പൊട്ടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് അണിയാനായി പുതുവസ്ത്രങ്ങളായ കുറേ പുതുവസ്ത്രങ്ങൾ അടങ്ങിയ ഒരു കെട്ടായിരുന്നു കൊണ്ടുകൊടുത്തത്. ഇത് പൊട്ടിച്ചു നോക്കിയ ഭർത്താവ് സ്വന്തം കണ്ണുകൾ ഈറിനണിഞ്ഞ് അവിടെ ഇരുന്നു പോയി. സന്തോഷത്തോടെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു. എന്ത് മറുപടി പറയണമെന്നറിയാതെ അദ്ദേഹം നെടുവേർപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നീ ഇതെങ്ങനെ? എൻ്റെ ഇക്ക, എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാവരെയും നോക്കും, പക്ഷെ നിങ്ങളെ നോക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ നിങ്ങളെനിക്ക് ചിലവിനായി തന്ന വിഹിതത്തിൽ കുറച്ച് മാറ്റിവെച്ച് ഞാൻ എൻ്റെ ഭർത്താവിന് മേടിച്ച വസ്ത്രങ്ങളാണ്. ഞാനല്ലാതെ ആര് നിങ്ങളെ മനസ്സിലാക്കും? നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ഈ നെട്ടോട്ടം ഓടുന്നതും പെടാപാട് വിടുന്നതും ഞാൻ കാണുന്നില്ല. എനിക്കും തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ? സ്വന്തമായി വരുമാനമില്ലാത്ത ഞാൻ നിങ്ങളുടെ ആശ്രയിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ തരുന്ന ചിലവിൻ്റെ പൈസയിൽ മിച്ചം പിടിച്ച് വാങ്ങിച്ചാൽ എങ്കിലും എനിക്ക് സാധിച്ചല്ലോ. സർവശക്ത, അതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലോ എന്നതായിരുന്നു ഭാര്യയുടെ പ്രാർത്ഥന. അതാണ് കുടുംബം. കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും വഴി തിരിച്ച് ആരെങ്കിലുമൊക്കെ നമുക്ക് തന്നിരിക്കും.